കേരളം ലഹരി മാഫിയകളുടെയും അതുപോലെ തന്നെ ലഹരി സംഘങ്ങളുടെയും വിൽപ്പന കേന്ദ്രങ്ങളുടെയും ഒക്കെ ഒരു ഹബ്ബായി മാറിയത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. അതിനു മുമ്പ് ദക്ഷിണേന്ത്യയിൽ ലഹരി മാഫിയയുടെ ഹബ്ബ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ പോലെയുള്ള ചില നഗരങ്ങളായിരുന്നു. വൻകിട കോർപ്പറേറ്റുകളെയും അതുപോലെ തന്നെ പണച്ചാക്കുകളെയും സിനിമാ മേഖലയെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ എത്തിയിരുന്നത്. ഇവരൊക്കെയായിരുന്നു ഉപഭോക്താക്കൾ. വൻതുക ചെലവ് വരുന്ന രാസലഹരി വാങ്ങി ഉപയോഗിക്കുന്നത് ഇവരൊക്കെയാണ്. ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ്, രാസലഹരി ഉൽപ്പന്നങ്ങളും കഞ്ചാവുമാണ് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിലേക്ക് പണ്ട് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ലഹരി മാഫിയയുടെ ഒരു ഹബ്ബ് ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് മാറി കൊച്ചി പോലെയുള്ള കേരളത്തിലെ നഗരങ്ങളായി മാറിയിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ തോറും ഇത്തരത്തിലുള്ള രാസലഹരി ഉൽപ്പന്നങ്ങളടക്കം ലഭിക്കാനുള്ള കാരണവും. കേരളത്തിൽ പക്ഷേ ലഹരി വിപണി എന്നത് മറ്റൊരു സ്വഭാവമാണ്. ബംഗളൂരുവിൽ വൻകിട കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ സിനിമാ മേഖലയും അത്തരത്തിലുള്ള ആൾക്കാരുമൊക്കെ ആയിരുന്നെങ്കിൽ കേരളത്തിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് വരെ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ലഹരി മാഫിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ പോലും ലഹരി മാഫിയ മികച്ച വിപണികളായി കാണുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടവും. സാധാരണഗതിയിൽ ലഹരി കഴിച്ച് ചാകേണ്ടവനല്ല കേരളത്തിൽ ലഹരി ഉപയോഗിക്കേണ്ടത്. വരുന്ന തലമുറയാണ്, രാജ്യത്തിൻ്റെ പ്രതീക്ഷയായ വരുന്ന തലമുറയാണ് കേരളത്തിലെ ലഹരി മാഫിയ നോട്ടമിടുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ ലഹരി മാഫിയയ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു വിപണി എന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരം ആളുകൾ ഒരുമിച്ച് തമ്പടിക്കുന്നുണ്ട്. ഇവരെല്ലാം ബംഗാൾ പോലെയുള്ള അല്ലെങ്കിൽ ത്രിപുര പോലെയുള്ള ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂട്ടത്തോടെ കേരളത്തിലെത്തുന്നു. കുടുംബത്തെ വിട്ടുകൊണ്ട് പലരും ഒറ്റയ്ക്കാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് മാത്രമല്ല, എല്ലുമുറിയെ പണിയെടുത്ത് കിട്ടുന്ന കാശും അവൻ്റെ കീശയിലുണ്ട്. ഈ കാശ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഒരു സംഘം ലഹരി മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണിയും അതുതന്നെയാണ്. അതുകൊണ്ടാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പേർ അധിവസിക്കുന്ന പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിൽ ലഹരി ഉപഭോഗവും വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ച ഒരല്പം ആശങ്കയുളവാക്കുന്നതാണ്. 2 അന്യസംസ്ഥാന തൊഴിലാളികൾ രാസലഹരി അടിച്ച് ലഹരി മൂത്ത് നടു റോഡിൽ കിടന്ന് തല്ലുകൂടുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരാളുടെ ദേഹത്ത് വസ്ത്രം പോലുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. നടു റോഡിൽ ഇവർ അഴിഞ്ഞാടുകയാണ്, പരസ്പരം തല്ലുകൂടുന്നു. അതിനുശേഷം വഴിയെ പോകുന്നവരുടെ മെക്കിട്ട് കയറുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുന്നു. കാറുകളിൽ സഞ്ചരിക്കുന്നവരെ തടഞ്ഞു നിർത്തി ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണ ഭീഷണി ഉയർത്തിക്കൊണ്ട് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂരിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചു. 2 പേരും തമ്മിൽ ആദ്യം അടികൂടുകയും പിന്നീട് നാട്ടുകാരുടെ ദേഹത്തേക്ക് കയറുകയുമാണ് ചെയ്തത്. നാട്ടുകാരിൽ ആരോ പോലീസ് അറിയിച്ചു. പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും തന്നെ ഈ 2 പേരിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഈ പ്രതി ഓടി രക്ഷപ്പെട്ടെങ്കിലും ഇയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് അറിയാം എന്നാണ് സൂചന. മറ്റേയാൾ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തു. അത്യന്തം അപകടകരമായ നിലയിലാണ് ഇയാൾ നട റോഡിൽ കിടന്ന് അഭ്യാസം കാണിച്ചത്. ഇരുചക്ര വാഹനക്കാരെ ചവിട്ടി മറിച്ചിട്ടിരുന്നുവെങ്കിൽ അപകടത്തിലാകുന്നത് ആരായിരിക്കും? കാറുകൾ തടഞ്ഞു നിർത്തി ഡോറ് തുറക്കുകയും കാറുകൾ ആക്രമിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാകും. ഇത്തരം കാര്യങ്ങൾ ദീർഘനേരം പിന്നിട്ടതിന് ശേഷമാണ് പോലീസ് അടക്കം എത്തി ജനങ്ങൾക്ക് രക്ഷയേകുന്നത്. മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ലഹരി ഉപഭോഗം ഇപ്പോഴും വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഓപ്പറേഷൻ തൂഫാൻ ഒരു ഭാഗത്ത് ആഞ്ഞടിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മാഫിയ സംഘങ്ങളെ ഓരോന്നോരോന്നായി പിടികൂടിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ഒട്ടനവധി കേസുകളെടുത്തു. 5000-ഓ 6000-ഓ കേസുകളിൽ അത്രയധികം പേര് അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് ആഭ്യന്തര മന്ത്രി നൽകുന്ന കണക്കുകൾ. പക്ഷേ ഈ കണക്കുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കേരളത്തിൽ ലഹരിയുടെ വരവിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ പറയുന്ന സംഭവം തെളിയിക്കുന്നത്. ലഹരി ഇപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ അളവിലൊന്നുമല്ല, മാരകമായ അളവിൽ തന്നെയാണ്.
അതുകൊണ്ടാണ് ഇവർ നടുറോട്ടിൽ ഇങ്ങനെയുള്ള അക്രമം കാണിക്കുന്നത്. കള്ളും കഞ്ചാവുമൊന്നുമല്ല, രാസലഹരി തന്നെയായിരിക്കുമെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇത്തരം പ്രശ്നക്കാരെ പോലീസിനും പിടിച്ച് കൈകാര്യം ചെയ്യാൻ വലിയ റിസ്ക് ഉണ്ട്. കാരണം രാസലഹരിയൊക്കെ ഒരളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മരണത്തിന് പോലും കാരണമായേക്കാവുന്നതാണ്. ഇത്തരക്കാരെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ ഇടുമ്പോഴായിരിക്കും ഇവർ അവിടെ കിടന്ന് മരിക്കുന്നത്. അത് പിന്നീട് പോലീസിന് തലവേദനയായി മാറും. എന്തായാലും ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിയുടെ വ്യാപനം, നമ്മുടെ കേരളത്തിൻ്റെ നാഡീഞരമ്പുകളിലൂടെയുള്ള ലഹരിയുടെ ഒഴുക്ക് ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം കണക്കുകളൊന്നും ലഭ്യമല്ല. മാത്രമല്ല, ഇപ്പോഴിതാ കേസെടുത്തതും പിടിച്ചതിൻ്റെയുമായ കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്നത് പോലെ ലഹരി വസ്തുക്കൾ ഇപ്പോഴും അന്യസംസ്ഥാനങ്ങളുടെ ഇടയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഒഴുകുന്നുണ്ട് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനെ കേരളത്തിൻ്റെ ലഹരി മാഫിയ ഒട്ടും ഭയക്കുന്നില്ല എന്നാണോ ഈ സംഭവം തെളിയിക്കുന്നത്? ഓപ്പറേഷൻ തൂഫാനൊക്കെ എത്രത്തോളം നടന്നാലും പോലീസിനെയും എക്സൈസിനെയും എല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഈ നാട് ഭരിക്കാമെന്നാണോ കേരളത്തിലെ ലഹരി മാഫിയ വിചാരിക്കുന്നത്? ആയിരക്കണക്കിന് കോടി രൂപയുടെ കച്ചവടം കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പെരുമ്പാവൂരിൽ നടന്ന സംഭവങ്ങൾ പോലെയുള്ളത് സൂചിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി നേരിട്ട് പെരുമ്പാവൂരിലെത്തിയത്. പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത അവിടെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അധിവസിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ പറയുന്ന ലഹരി മരുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണിയെങ്കിൽ അത് സത്യമാണ് എങ്കിൽ തീർച്ചയായും പെരുമ്പാവൂർ ഇതിൻ്റെ കേന്ദ്രമായിരിക്കണം എന്നതല്ല, കേന്ദ്രമാണ്. അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് പെരുമ്പാവൂരിൽ തന്നെ ഒരു ബോധവൽക്കരണ റാലി ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. അതിൽ ആഭ്യന്തരമന്ത്രി തന്നെ പങ്കെടുക്കുകയും ഈ കോളനികളിലെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം ആഭ്യന്തരമന്ത്രി എത്തുകയും അവർക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്തത്. അന്ന് പെരുമ്പാവൂരിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ലഹരി വ്യാപനം അത് വ്യാപിക്കുന്നുണ്ട്, അത് കൂടുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രം പറഞ്ഞാൽ കഴിയില്ല. ഇവരിലേക്ക് ഈ ലഹരിയെ എത്തിക്കുന്നതിൽ മലയാളികൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മലയാളികൾ കണ്ണികളായി പ്രവർത്തിക്കുന്ന ചില സംഘങ്ങളാണ് ഇവർക്ക് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നത് എന്നാണ് അന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം. ലഹരിയെല്ലാം ഇവിടെ വച്ച് നിർത്തുന്നതാണ് നല്ലത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും സർക്കാരുമായി കൊമ്പ് കോർക്കേണ്ടി വരും. ഒരു ലഹരി കേന്ദ്രവും സർക്കാർ കേരളത്തിൽ അനുവദിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്ലെങ്കിൽ ചെന്നിത്തല അടക്കമുള്ളവർ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ ലഹരി മാഫിയ ഇതൊന്നും കേട്ട് ഭയന്നിട്ടില്ല. അവർ നിർബാധം അവരുടെ കച്ചവടം തുടരുകയാണ്. അവർ ആരെയും ഭയക്കാതെ ആരെയും കൂസാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് അവർക്ക് കരുത്തു പകരുന്നത് ആര്? ഈ ഒരു ധൈര്യം അവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ഇതെല്ലാമാണ് കേരളം ഇനി അന്വേഷിക്കേണ്ട വിഷയം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് റാലിയും നടത്തി, സൈക്ലിങ്ങും നടത്തി, അല്ലെങ്കിൽ ഗുസ്തിയും നടത്തി നടന്നാൽ പോരാ. തീർച്ചയായും നമ്മുടെ ലഹരി മാഫിയ സംഘാംഗങ്ങളെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ധീരമായ പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ഈ പെരുമ്പാവൂരിൽ നടന്ന സംഭവം തെളിയിക്കുന്നത്. നടു റോഡിൽ തുണിയില്ലാതെ ലഹരി മൂത്ത് അഴിഞ്ഞാടുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇവർക്ക് ഈ സമയത്ത് ഈ ലഹരി മരുന്ന് എവിടെ നിന്ന് കിട്ടി? ഇവർ നാളെ വഴിയെ പോകുന്ന ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഇപ്പോൾ അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം കൊണ്ട് ഈ ലഹരി മരുന്ന് വാങ്ങുന്നു. നാളെ അവരുടെ വരുമാനം നിലച്ചാൽ അവർ എങ്ങനെയായിരിക്കും ലഹരി മരുന്ന് വാങ്ങുക? വഴിയെ പോകുന്നവരെ പിടിച്ചു പറിച്ചിട്ടോ ആക്രമിച്ചിട്ടോ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ഒന്നും രണ്ടുമല്ല, ദശലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. അവർ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്നു. ആ വരുമാനം ഇതുവരെയും അവരുടെ ജന്മനാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ലഹരി മാഫിയ അവർ ഈ ഒരു വിഭാഗത്തിനിടയിൽ പിടിമുറുക്കി കഴിഞ്ഞു. കൂടുതൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ കൂടുതൽ തൊഴിലാളികളെയും എല്ലാം ഇത്തരത്തിൽ ഈ വലയത്തിനുള്ളിലാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ ഈ പറയുന്ന ലഹരി മാഫിയ. ആ മാഫിയയ്ക്കെതിരെ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഓപ്പറേഷൻ തൂഫാന് സാധിക്കുമോ? തൂഫാൻ ഒരു ഭാഗത്ത് നടക്കട്ടെ, മറുഭാഗത്ത് ആളുകൾ ലഹരി മരുന്ന് കഴിച്ച് കൂത്താടട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർമ്മാർജ്ജനം ചെയ്യണം. അതിൽ ഒരു സർക്കാർ പരാജയപ്പെട്ടുകൂടാ.
ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സർക്കാരിനൊപ്പം ഈ ഒരു കാര്യത്തിൽ ഒപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സർക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഏതാനും കുറച്ച് സമയത്തേക്കുള്ള ഒരു ഓപ്പറേഷൻ അല്ല, ഇത് തുടരും. ഇതിൻ്റെ തുടക്കം മാത്രമാണ്. അതായത് ഓപ്പറേഷൻ തൂഫാന് വേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസിൽ ഉണ്ടാക്കുന്നതിനെ പറ്റി സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേക സേന ഉടൻ നിലവിൽ വരുമെന്നാണ് സൂചന. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തെ വളരെ സാരമായി ബാധിച്ചിരിക്കുന്ന ലഹരി മരുന്ന് വ്യാപാരത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? വരും നാളുകളിൽ അതിൻ്റെ കൃത്യമായ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ.